ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂട്ടുകാർ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ അയൽവക്കക്കാർ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ മുതൽക്കേ ലൈവിൽ എന്തൊക്കെയാണ് മക്കളെ കാണുന്നത്. മറ്റുള്ള വീട്ടുകാർ തമ്മിൽ അവിടെ അടിയുണ്ടാവുന്നു, ഇടിയുണ്ടാവുന്നു, വഴക്കുണ്ടാവുന്നു. ഇവർക്ക് ഇതൊന്നും അറിയണ്ട. നമ്മുടെ ജാസ്മിനും ഗബ്രിയും എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് രണ്ടുപേരും കൂടി കംഫർട്ടബിൾ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. ജാസ്മിനെ മുന്നിലിരുത്തിക്കൊണ്ട് ഈറൻ മേഘം ആ പാട്ടിന്റെ ഓമനെ നിന്നെ ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി ജാസ്മിനെ മുന്നിലിരുത്തി അവിടെ ഇരുന്ന് നല്ല ലൈൻ വലിക്കലാണ്. ജാസ്മിൻ അതിലൊന്നും വീഴുന്നില്ല. ഇപ്പൊ ആദ്യമൊക്കെ കാണിച്ചതുപോലുള്ള ഒരു അടുപ്പം ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയോട് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം നമ്മളോട് എല്ലാവരുടെ അടുത്തും ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ജാസ്മിൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഗബ്രി പ്രണയം മൂത്ത് ഭ്രാന്താവാനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ജാസ്മിന്റെ പുറകെ പാട്ടും പാടിയാണ് നടക്കുന്നത്. ഇത് രാവിലത്തെ കാര്യമാണ്. അത് കഴിഞ്ഞ് ഉച്ചക്കേലത്ത് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് സ്വകാര്യം പറച്ചിൽ ബാക്കിയുള്ള ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി ഗബ്രിയുടെ ചെവിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഗബ്രിക്ക് എഴുതി കാണിച്ചു കൊടുക്കുന്നു. ഗബ്രി ഒരു പൊട്ടനായതുകൊണ്ട് ചെവിയിൽ പറഞ്ഞതും മനസ്സിലായില്ല, എഴുതി കാണിച്ചു കൊടുത്തതും മനസ്സിലായില്ല. അങ്ങനെ നേരെ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു. ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിട്ട് എന്താണ്, നമ്മുടെ ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ കയറുന്നു, ഗബ്രി അവിടെ പുറത്തിരിക്കുന്നു. എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിന് ഉള്ളിൽ നിന്നിട്ട് ജാസ്മിൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. ഇപ്പോൾ നേരത്തെ ചെവിയിൽ പറഞ്ഞിട്ടും എഴുതി കൊടുത്തിട്ടും മനസ്സിലാവാത്ത കാര്യമാണ് ഇപ്പോൾ നേരിട്ട് കുറച്ച് ഒച്ചയിൽ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് പോകുന്നത്. ദേ കൊടുത്തു ബിഗ് ബോസ് അപ്പം തന്നെ പണി. ഡ്രസ്സിംഗ് റൂമിൽ ഡ്രസ് ചേഞ്ചിങ്ങിന് മാത്രമേ ചെല്ലാൻ പാടുള്ളൂ, മറ്റുള്ള ആവശ്യങ്ങൾക്ക് ആരും ഡ്രസ്സിംഗ് റൂമിൽ കയറാൻ പാടില്ല എന്ന് ബിഗ് ബോസ് ഒച്ചത്തിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്തായി, മറ്റുള്ള വീട്ടുകാരെല്ലാവരും ആരാണ് ഈ ഡ്രസ്സിംഗ് റൂമിൽ പോയി പരിപാടി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. നമ്മുടെ റസ്മിൻ ബായും ശ്രീതു കൃഷ്ണയും എല്ലാവരും നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന സമയത്ത് രണ്ടുപേരും അവിടെ ഡ്രസ്സിംഗ് റൂമിന്റെ ഫ്രണ്ടിലുള്ള ഒരു കറുത്ത സോഫയിൽ ഇരിക്കുകയാണ്. ഈ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് ഒരു ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി അവിടെയുള്ള സോഫയിൽ ഇരുന്ന്. അപ്പൊ ഇവര് വന്നപ്പോൾ കണ്ടത് ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇവരെല്ലാവരും വിചാരിച്ചത് രണ്ടുപേരും കൂടി ഒന്നിച്ച് ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ കയറിയുന്ന. ഇത് ആരൊക്കെയായാലും അങ്ങനെ വിചാരിച്ചു പോവുള്ളൂ. ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ കയറി എന്ന് തന്നെയാണ് മറ്റുള്ള ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും വിചാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പുറത്താണ് ഇരുന്നത്, ജാസ്മിൻ മാത്രമേ ഡ്രസ്സിംഗ് റൂമിന്റെ ഉള്ളിൽ കയറിയുള്ളൂ. പക്ഷേ ഇവർക്ക് അത് മതിയല്ലോ, പിന്നെ അത് പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ഇവരങ്ങാട് പോയി. അപ്പോൾ നമ്മുടെ ഗബ്രിയുടെ വേറൊരു ട്രിക്ക്, നമുക്ക് കുറച്ച് നാണമൊക്കെ കാണിച്ചിട്ട് പോയാലോ, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചെന്ന് അവരങ്ങ് വിചാരിച്ചോട്ടെ, വീട്ടുകാർ വിചാരിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നു അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഗബ്രിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ അവരുടേതായിട്ടുള്ളൊരു ലോകത്ത് അവർക്ക് പറയാനുള്ളത് മാത്രം കേട്ടും പറഞ്ഞും ഒക്കെ ഒരു സൈഡിൽ ഇരുന്ന് കൂടുന്ന ജാസ്മിനെയും ഗബ്രിയാണ് കാണുന്നത്. മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതല്ല. സിജോന്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ നമ്മുടെ അപ്സരയുടെ കാര്യത്തിലായാലും ജിൻഡോ നോറ തമ്മിലുള്ള ആ ഒരു ഇടിയിലായാലും അവർ വന്ന് ഇടപെടുന്നുണ്ട്. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവർ സുഖമായിട്ടിരിക്കുകയാണ്. അവസാനം ഗബ്രിനെ വല്ല മെന്റൽ ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു പണിയിലേക്ക് വരും. അവസാനം ഗബ്രി പ്രണയമൂത്ത് ഭ്രാന്താവുകയും ചെയ്യും, ജാസ്മിൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്യും. എന്തൊക്കെയാവും നമുക്ക് എന്തായാലും നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്